സിൽബാരിപുരം ദേശത്തിലെ ഒരു ഗുരുകുലം. അവിടെ ആഴ്ചയിലൊരിക്കൽ പൊതുജനങ്ങളുടെ സംശയ നിവൃത്തി വരുത്തുന്നതിനും ഉപദേശം നൽകുന്നതിനും വേണ്ടി ഗുരുജി എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഗുരുജി, ഒരുവന് സമ്പത്ത് എത്ര വരെയാകാം? സമ്പാദിക്കുന്നത് ഒരു തെറ്റാണോ? ഗുരുജി മറുപടി പറഞ്ഞു, സമ്പാദിക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ അമിതമായും അന്യായമായ മാർഗങ്ങളിലൂടെയും ഒരു വെള്ളി നാണയം പോലും ആരും സമ്പാദിക്കരുത്. അതിനുശേഷം ഗുരുജി എണീറ്റ് പോയി. അവിടെ താമസിച്ചു പഠിക്കുന്ന കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നതിനായി ധാരാളം കോഴികളെ അദ്ദേഹം വളർത്തുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് ഒരു ചെറിയ കുട്ടയുമായി നേരെ കോഴിക്കൂട്ടിലേക്ക് നടന്നു. ഏകദേശം 20ഓളം മുട്ട കുട്ടയിൽ വെച്ച് തിരികെ സദസ്സിലേക്കും വന്നു. എന്നിട്ട് സംശയം ചോദിച്ച് ആളിനെ ഗുരുജി അടുത്തേക്ക് വിളിച്ചു. കൈ നീട്ടാൻ പറഞ്ഞു. അയാളുടെ കയ്യിലേക്ക് മുട്ടകൾ ഓരോന്നായി കൊടുക്കാൻ തുടങ്ങി. അയാൾ ആദ്യമൊക്കെ മുട്ടകൾ 2 കൈയും ചേർത്ത് പിടിച്ച് ശേഖരിച്ചു. എന്നാൽ ഗുരുജി ഒന്നും മിണ്ടാതെ മുട്ടകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അയാൾ മുട്ട താഴെ പോകാതിരിക്കാൻ വിഷമിച്ചു. ഗുരുജി, മതി, എനിക്ക് പിടിക്കാനാവില്ല, ദയവായി അവിടുന്ന് നിർത്തിയാലും. എന്നാലും ഗുരുജി അതിനു മേലെയായിട്ട് മുട്ടകൾ ഇങ്ങനെ വച്ചുകൊണ്ടിരുന്നു. മുട്ട താഴെ വീഴാതിരിക്കാൻ വെപ്രാളപ്പെട്ടപ്പോൾ കയ്യിലെ 10ലധികം മുട്ടകളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി താഴെ വീണ് പൊട്ടിച്ചിതറി. അതിനുശേഷം ഗുരുജി എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു, സമ്പത്ത് സമ്പാദിക്കുന്നതും ഇതുപോലെയാണ്. നമുക്ക് വേണ്ടത് മാത്രമേ കയ്യിൽ ശേഖരിക്കാവൂ. കൂടുതൽ സമ്പത്താവുമ്പോൾ ആദ്യം ഇതെല്ലാം കൈവിട്ട് താഴെ പോകുമോ എന്ന് പേടി തുടങ്ങി മനസ്സമാധാനം നഷ്ടമാകും, ദുഃഖിക്കും, അത് രോഗങ്ങളിലെത്തിക്കും. അങ്ങനെയുള്ള ചിലർക്ക് മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് എല്ലാ സമ്പത്തും അനുഭവിക്കാനാവാതെ ഇഹലോകം വെടിയേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് നാം ലളിതാ പരമേശ്വരിയെ ആരാധിക്കുന്നത്. കാരണം അമ്മ നമുക്ക് അമ്മയാണ്, ഗുരുവാണ്, സുഹൃത്താണ്. നമ്മുടെ കഴിവനുസരിച്ച് ആഗ്രഹസാധ്യം വരുത്തി അറിവ് നൽകി ആപത്തിൽ നല്ല കൂട്ടായി ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കും. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിതഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന അമ്മയുടെ അതിമനോഹരമായ കഴുത്തും അതിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണവും കണ്ട് വശിന്യാദി വാഗ്ദേവതകൾ അത്ഭുതപ്പെട്ടു. അവർ ലളിതാ സഹസ്രനാമത്തിൽ 32ാമത്തെ നാമമന്ത്രമായി ഇങ്ങനെ കുറിച്ചു: രത്നഗ്രൈവേയ ചിന്താകലോലമുക്താഫലാന്വിത. രത്നനിർമ്മിതമായ ഗ്രൈവേയത്തോടും ഗ്രീവയിൽ അണിയുന്നത് കണ്ഠാഭരണം എന്ന് പറഞ്ഞാൽ കഴുത്തിൽ അണിയുന്ന ആഭരണം, ചിന്താകത്തോടും പതക്കത്തോടും ലോലങ്ങളായ ഇളകിക്കൊണ്ടിരിക്കുന്ന മുക്താഫലങ്ങളോടും എന്ന് പറഞ്ഞാൽ മുത്തുകളോടും അന്വിതയായവൾ കൂടിയവൾ, രത്നങ്ങൾ പതിച്ചിട്ടുള്ളതും പതക്കത്തോടു കൂടിയതുമായ കണ്ഠാഭരണവും ഇളകുന്ന മുത്തുമാലകളും അണിഞ്ഞിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഗ്രൈവേയ ചിന്തകർ, ലോലന്മാർ, മുക്തന്മാർ എന്നിങ്ങനെ ഈ മന്ത്രം അമ്മയുടെ ഭക്തന്മാരെ 3ആയിട്ട് തരംതിരിക്കുന്നു. ഗ്രൈവേയ ചിന്തകർ അമ്മയുടെ കഴുത്തിൻ്റെ ഭംഗിയെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. അമ്മയെ സ്തുതിക്കുന്നു എങ്കിലും അവരുടെ മനസ്സ് മറ്റു കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കും. അതുകൊണ്ട് അത്തരം ഭക്തർക്ക് അമ്മയുടെ കഴുത്തുവരെ മാത്രമേ ധ്യാനിക്കുവാൻ സാധിക്കാറുള്ളൂ. മനസ്സ്, വാക്ക്, ശരീരം ഇവ 3 കൊണ്ടും ഒരേ സമയം അമ്മയിൽ ഇല്ലാത്തവരാണ് ഇത്തരക്കാർ എന്ന് പറയാം. ഒരു നിമിഷം അമ്മയെക്കുറിച്ച് ചിന്തിക്കും, തൊട്ടടുത്ത സമയം ലൗകികമായ കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യും. ഐഹികവും പരവും തമ്മിൽ എപ്പോഴും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തോടു കൂടി ഉള്ളവരെ ലോല ഹൃദയന്മാരെന്ന് പറയും. ഏകാഗ്രമായി അമ്മയെ ധ്യാനിക്കുന്നവരുണ്ട്. ഏകാഗ്രമായിട്ട് അമ്മയെ ആരാധിക്കുന്നവർ, അവർ ഉത്തമരായിട്ടുള്ള ഭക്തന്മാരാണ്. അവരാണ് മുക്തന്മാർ. ഇവർക്ക് ധാരണ ധ്യാനമായി മാറിക്കഴിഞ്ഞു. തൈലധാര പോലെ ഇടവിടാതെ എപ്പോഴും അമ്മയെപ്പറ്റി ചിന്തിക്കുന്നവരാണ് ഇവർ. കരുണാമയിയായിട്ടുള്ള അമ്മ എന്നാൽ ഈ 3 ഭക്തന്മാർക്കും അവരവരുടെ അവസ്ഥയനുസരിച്ചുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഓം രത്നഗ്രൈവേയ ചിന്താകലോലമുക്താഫലാന്വിതായൈ നമഃ. ഓം ഓം ഹ്രീം
രത്നഗ്രൈവേയചിന്താകലോലമുക്താഫലാന്വിതായൈ നമ. മനഃശുദ്ധി ഉണ്ടാകുന്നതിന് ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണിത്. ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നതോടുകൂടി മനസ്സ് പരിശുദ്ധമാവും, കാമക്രോധാദികളെല്ലാം അകലും, തമ്മിലുള്ള ശത്രുതാ മനോഭാവം പോലെയുള്ള മോശമായതെല്ലാം തന്നെ അകന്ന് എപ്പോഴും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതുപോലെ തന്നെ എപ്പോഴും സന്തോഷിച്ചിരിക്കുവാനുമുള്ള ഒരു അവസ്ഥ ഈ മന്ത്രം നൽകുന്നു. ഇപ്രകാരമുള്ള ഹൃദയത്തിൽ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നതിലൂടെ അമ്മയുടെ രൂപം പെട്ടെന്ന് തന്നെ പ്രത്യക്ഷമാവും. ആഗ്രഹങ്ങൾ എന്തായാലും അവ സാധ്യമാവുകയും ചെയ്യും. ഇപ്രകാരമുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നതിലൂടെ എത്ര കഠിനമായിട്ടുള്ള മോശം കാലാവസ്ഥയെയും അതിജീവിക്കുവാനുള്ള അപാരമായ ശക്തി, അതായത് പോസിറ്റീവ് ഊർജം ഭക്തർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനി എന്നതാണ് അടുത്ത നാമമന്ത്രം. കാമേശ്വരൻ്റെ, അതായത് ശ്രീ മഹാദേവൻ്റെ പ്രേമമാകുന്ന രത്നമണിക്ക് പ്രതിപണം എന്ന് പറഞ്ഞാൽ എതിർപണമായ, പകരം കൊടുത്ത, സ്തനങ്ങളോടുകൂടിയവൾ എന്നാണ് അർത്ഥം. കാമേശ്വരൻ്റെ പ്രേമത്തെ രത്നമണിയായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ രത്നത്തിന് പകരം കൊടുത്തിട്ടുള്ള പ്രതിഫലമാണ് അമ്മയുടെ മുലകൾ. മണി എന്ന പദം സ്തനങ്ങളുടെ വിശേഷണമായിട്ടാണ് പറയുന്നത്. ഒരു രത്നത്തിന് പ്രതിഫലമായിട്ട് 2 രത്നങ്ങളാകുന്ന സ്തനങ്ങൾ കൊടുത്തിട്ടുള്ള ഈ വിക്രയത്തിൽ കാമേശ്വരന് അമ്മയുടെ നേർക്കുള്ള അനുരാഗത്തിന് പകരമായി രാഗം മാത്രമല്ല അമ്മയുടെ പാതിവൃത്യം കൂടി നൽകിയിരിക്കുന്നു എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. കാമേശ്വരൻ്റെ ഉത്തമമായ പ്രേമത്തിന് പ്രതിഫലമായി നൽകിയ സ്തനങ്ങളോട് കൂടിയവൾ എന്ന് അർത്ഥം വരും. കാമേശ്വര ഭഗവാൻ അമ്മയോടുള്ള അമിതമായ പ്രേമത്തിന് അതിലും ഇരട്ടിയായിട്ട് അങ്ങോട്ടും സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്നതിനാണോ ഈ 2 സ്തനങ്ങൾ കാഴ്ചവെച്ചത് എന്ന അതിശയോക്തി കലർന്ന ചോദ്യരൂപത്തിലുള്ള ഒരു അർത്ഥം കൂടി ഈ നാമം ഉൾക്കൊള്ളുന്നു. ഓം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തന്യൈ നമ. ഓം ഓം ഹ്രേം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തന്യൈ നമ. അറിവും കാരുണ്യവുമാകുന്ന അമൃതിൻ്റെ നിറകുടമാകുന്ന അമ്മയുടെ സ്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള അതിവിശിഷ്ടമായ മന്ത്രമായതുകൊണ്ട് തന്നെ ഈ മന്ത്രം കൊണ്ട് ഭജിക്കുന്ന ഭക്തർക്ക് ലഭിക്കുന്ന അനുഭൂതിയും ഐശ്വര്യങ്ങളും എത്ര പറഞ്ഞാലും തീരാത്തത്രയാണ്. എന്നും എപ്പോഴും ജപിക്കാവുന്ന ഒരു മന്ത്രമാണിത്. ലളിതാ സഹസ്രനാമങ്ങളിലെ ഓരോ മന്ത്രങ്ങളും അതിവിശിഷ്ടമായ അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ സ്നേഹാമൃതം മുഴുവനായും ഭക്തരിലേക്ക് എത്തിക്കുന്നതിന് ഈ നാമം വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. അർത്ഥനാരീശ്വര രൂപം ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. അത്രയധികം ഗുണഫലങ്ങളുള്ള ഈ മന്ത്രം കൊണ്ട് അതിശക്തമായ വശീകരണ പ്രയോഗങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത്തരം പ്രയോഗങ്ങൾ ഇവിടെ ഒഴിവാക്കുന്നു. അടുത്ത നാമമന്ത്രമാണ് നാഭ്യാലവാലരോമാളിലതാഫലകുചദ്വയീ. നാഭി പൊക്കിൾ കുഴി ആകുന്ന, ആലവാലത്തിൽ എന്ന് പറഞ്ഞാൽ തടത്തിൽ, രോമാളിയാകുന്ന ലതയുടെ ഫലങ്ങളായ കുചദ്വയത്തോട് കൂടിയവൾ. അമ്മയുടെ സ്തനങ്ങൾ പൊക്കിളാകുന്ന തടത്തിൽ മുളച്ച് വളർന്ന രോമമായ വള്ളിയിൽ നിന്നും ഉണ്ടായ ഫലങ്ങൾ എന്നാണ് ഈ നാമത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. പൊക്കിൾ തടത്തിൽ നിന്നും ഉയർന്നു വരുന്ന രോമസമൂഹമാകുന്ന വള്ളിയിലെ ഫലങ്ങളാകുന്ന 2 സ്തനങ്ങളോടു കൂടിയവൾ എന്ന് അർത്ഥം. തൊട്ടു മുൻപുള്ള നാമത്തിൽ രത്നമണികൾ എന്ന് പറഞ്ഞിട്ടുള്ളവയെ കൂടുതലായിട്ട് ഇതിൽ വ്യക്തമാക്കുന്നു. ഉൽപ്രേക്ഷ, അതിശയോക്തി എന്നീ അലങ്കാരങ്ങൾ കൊണ്ട് വാഗ്ദേവതകൾ അതിമനോഹരമായ ഒരു ചിത്രമാണ് ഈ നാമത്തിലൂടെ വരച്ചു വച്ചിട്ടുള്ളത്. ശ്രീമദ് ശങ്കരാചാര്യസ്വാമികൾ ഉൽപ്രേക്ഷ, അതിശയോക്തി, ഭ്രാന്തിമാൻ, സസന്ദേഹം എന്നീ അലങ്കാരങ്ങൾ കൊണ്ട് ഈ നാമത്തെ ഇപ്രകാരം മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. ഹരക്രോധജ്വാലാവലിഭിരവലീഢേന വപുഷാ ഗഭീരേ തേ നാഭീസരസി കൃതസംഗോ മനസിജ സമുത്തസ്ഥൗ തസ്മാദ് അചലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി
തവ രോമാവലിരിതി. ജഗന്മാതാവായ അമ്മേ പാർവതീദേവി ശ്രീ മഹാദേവൻ്റെ ജ്വാലാസമൂഹം വ്യാപിച്ചിട്ടുള്ള ശരീരത്തോടുകൂടി കാമദേവൻ അമ്മയുടെ ആഴമുള്ളതായ നാഭീസരസാകുന്ന പൊക്കിൾ തടത്തിൽ മുങ്ങിക്കളഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് പുകക്കൂട്ടം പൊങ്ങിവന്നു. ജനങ്ങൾ അതിനെ അമ്മയുടെ രോമാവലി എന്ന് പറയുന്നു. ശ്രീ മഹാദേവൻ്റെ കോപമാകുന്ന അഗ്നിജ്വാല കൊണ്ട് കത്തിയെരിഞ്ഞ ശരീരത്തോടുകൂടി കാമദേവൻ അമ്മയുടെ നാഭിയാകുന്ന പൊയ്കയിൽ മുങ്ങിപ്പോയി. അപ്പോൾ അതിൽ നിന്നും പുറപ്പെട്ട പുകയുടെ കൂട്ടമാണ് അമ്മയുടെ രോമാവലി എന്ന് ഈ ശ്ലോകത്തിലൂടെ ശങ്കരാചാര്യസ്വാമികൾ വർണ്ണിച്ചിരിക്കുന്നു. ആചാര്യസ്വാമികൾ ഉല്ലേഖം എന്ന അലങ്കാരം കൊണ്ടും അതിമനോഹരമായി വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്. സ്ഥിരോ ഗംഗാവർത്ത സ്തനമുകുള രോമാവനിലത കലാവാലം കുണ്ഠം കുസുമശരതേജോഹുതഭുജ രതേർലീലാകാരം കിമപി തവ നാഭിർഗിരിസുതേ ബിലദ്വാരം സിദ്ധേർ ഗിരിശനയനാനാം വിജയത്തെ. അമ്മയുടെ നാഭിയെ ഗംഗാജലത്തിലെ സ്ഥിരമായ ചുഴിയായിട്ടും സ്തനങ്ങളാകുന്ന പൂമൊട്ടുകളോടുകൂടിയ രോമാവലിയാകുന്ന ചെറിയ വള്ളിക്ക് വളരുവാനുള്ള തടമായിട്ടും കാമദേവൻ പ്രതാപത്തിൻ്റെ ജ്വലിക്കുന്നതിനുള്ള ഹോമകുണ്ഠമായിട്ടും രതീദേവിയുടെ കേളീഗ്രഹമായിട്ടും ശ്രീ മഹാദേവൻ്റെ ദൃഷ്ടികൾക്ക് തപസ്സിൻ്റെ ഫലം നൽകുന്നതിനു വേണ്ടിയുള്ള ഗുഹാമാർഗമായിട്ടും വിജയിക്കുന്നതായി ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അമ്മയുടെ നാഭീപ്രദേശം മഹാപരിശുദ്ധമായതുകൊണ്ട് ഗംഗാനദിയിലെ ചുഴി എന്ന് പറഞ്ഞു. രോമലതയുടെ അധോഭാഗത്തുള്ള താഴ്ന്ന പ്രദേശമായതുകൊണ്ടാണ് തടം എന്ന് വിശേഷിപ്പിച്ചത്. അതിശയകരമായ സൗന്ദര്യമുള്ളതുകൊണ്ട് കാമദേവൻ്റെ പ്രതാപം ജ്വലിക്കുന്ന അഗ്നികുണ്ഠമെന്നും രതി ലീലാഗ്രഹം എന്നും എപ്പോഴും ശ്രീ മഹാദേവൻ്റെ കണ്ണുകൾക്ക് പരമമായ ആനന്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് ഭഗവാൻ ചെയ്ത തപസ്സിൻ്റെ ഫലം വെളിയിൽ വരുന്ന വഴിയാണ് എന്നും ഇതിൽ വർണ്ണിച്ചിരിക്കുന്നു. ഓം നാഭ്യാലവാലരോമാളിലതാഫലകുജദ്വയൈ നമഃ. ഓം ഓം ഹ്രീം നാഭ്യാലവാലരോമാളിലതാഫലകുജദ്വയൈ നമഃ. മുൻപറഞ്ഞ രണ്ട് നാമങ്ങളുടെയും ഫലങ്ങൾ നൽകുന്ന ഒരു മന്ത്രമാണ് ഇതും. സൗന്ദര്യ ലഹരിയിലെ സ്തോത്രങ്ങൾ ഇതോടൊപ്പം അർത്ഥസഹിതം ചേർക്കുന്നത് ഈ നാമമന്ത്രങ്ങൾക്കൊപ്പം ഈ ശ്ലോകം കൂടി ചൊല്ലാൻ കഴിയുന്നവർക്ക് അതുകൂടി മന്ത്രജപത്തോടൊപ്പം ചേർക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. മുൻപറഞ്ഞ രണ്ട് നാമങ്ങളുടെയും അർത്ഥങ്ങൾ തമ്മിലും വളരെ സാമ്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും പറയേണ്ട ആവശ്യമില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് ഈ മന്ത്രം ജപിച്ചാൽ കൂടുതൽ ഗുണം മനസ്സിനും ശരീരത്തിനും ഗ്രഹത്തിനും ഉണ്ടാകും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു നിലവിളക്ക് തെളിച്ചു വച്ച് ഇതിൽ പറയുന്ന 3 മന്ത്രങ്ങളും 7 പ്രാവശ്യം വീതം ജപിക്കുക. വൈകുന്നേരം വരെ, അതായത് സൂര്യൻ അസ്തമിക്കുന്നതുവരെ ആ വിളക്ക് കെടാവിളക്കായി നിൽക്കണം. അതിനുശേഷം വീണ്ടും 7 പ്രാവശ്യം വീതം മന്ത്രങ്ങൾ ജപിക്കുക. അതിനുശേഷം വിളക്ക് അണയ്ക്കാവുന്നതാണ്. മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്താൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധ്യമാകുന്നതാണ്. ഗ്രഹനാഥയുടെ പക്കപ്പുറന്നാൾ ദിവസം ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ആദിപരാശക്തിയായ പരമേശ്വരീ ദേവി അമ്മ സർവ്വസൗഭാഗ്യങ്ങളും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.